ഫിലിം പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടി ഏറ്റവും കൂടുതൽ പോലീസ് വേഷങ്ങൾ ചെയ്ത നടനാണ്. ഒരു വേഷമായാലും അത് ചെറുതായാലും വലുതായാലും നെഗറ്റീവായാലും പോസിറ്റീവായാലും ഉഗ്രനാക്കി മാറ്റാറുണ്ട്. അതിന് പിന്നിൽ ചില കളികളുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല. ഈ ചർച്ചയിൽ ഓരോരുത്തരും നിന്നാകുമ്പോൾ എന്താണ് അങ്ങനെ ഇപ്പോൾ ക്രൂരനായൊരു പോലീസ് ഓഫീസറാകുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, നല്ലവനായുള്ള ആൾക്കാർ ഇതൊക്കെ പഠിക്കുക മാത്രമല്ല, ഇത് നേരിട്ട് കുറേ അനുഭവം ഉണ്ടായി. കാരണം ഈ മമ്മൂട്ടി പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായ ആളാണെന്ന് എത്ര പേർക്ക് അറിയാം? ചുമ്മാ പറയാണ്ടിരിക്കും. ഇപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ച സീനല്ല ചോദിച്ചത്. അപ്പോൾ അവർ അല്ല, ഇത് സത്യമായിട്ടും മമ്മൂട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കഥ പലർക്കും അറിയില്ല. ആ സംഭവം അറിയില്ല അല്ലേ? മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ സുഹൃത്തുണ്ട് ബഷീർ. ഇവർ രണ്ടുപേരും സാധാരണ ദിവസങ്ങളിൽ ഇങ്ങനെ സൈക്കിളെടുത്ത് കറങ്ങാൻ പോകും. ഈ രാത്രിയാകുമ്പോൾ ചില ഊട് വഴിയിലൊക്കെ പോകുമ്പോൾ ഒരു വാഹനങ്ങളുണ്ടാവില്ല, ആൾക്കാരുണ്ടാവില്ല. എവിടെയെങ്കിലും തട്ടിയാലോ മുട്ടിയാലോ ഒരു പ്രശ്നം ഉണ്ടാവില്ല. മാത്രമല്ല അവർ സൈക്കിൾ സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെ പാട്ടൊക്കെ പാടി രസിച്ചിട്ടാണ് പോവാറ്. അത് നിലാവുള്ള രാത്രിയാണെങ്കിൽ ഭയങ്കര സൂപ്പറാവും. ഇങ്ങനെ ഇടയ്ക്ക് അവരുടെ ഹോബികളിലൊന്നാണ്. ആ ഇടയ്ക്കാണ് ബഷീറിൻ്റെ സഹോദരിയുടെ കല്യാണം. ആ കല്യാണത്തിൽ നേരത്തെ മമ്മൂട്ടിയൊന്നും ഒരു സഹായി തന്നെയാണ് മമ്മൂട്ടിയിട്ട്. ഈ സിനിമയിൽ കാണുന്ന പോലെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാനുള്ള നല്ല മനസ്സ് മമ്മൂട്ടിക്ക് ആദ്യ കാലത്തുണ്ടായിരുന്നു. ചെറുപ്പം ഈ കല്യാണം കഴിക്കുന്നതിനൊക്കെ മുമ്പാണെന്ന് ആലോചിക്കണം. അപ്പോൾ കാവ് നോക്കിയപ്പോൾ ഒരു നാടൻ കോഴി അവർക്ക് തോന്നി. നാടൻ കോഴി 2 താറാവൊക്കെ മേടിച്ചാൽ കൊള്ളാം. അപ്പോൾ അതും കൂടി ചില സാധനങ്ങൾ മേടിക്കാൻ അവർ സൈക്കിൾ എടുത്ത് രാത്രി പോയി. കാരണം ഈ താറാവ് ചെക്കൊക്കെ വേറെ ആർക്ക് കൊടുക്കാനുള്ള അവരുടെ സെറ്റപ്പ് ഉണ്ട്. ആ സെറ്റപ്പിന് രുചിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണത്. അങ്ങനെ ഒരു രാത്രി തുറന്നിരിക്കുന്ന 10-12 വരെ തുറക്കുന്ന ചില കടകളൊക്കെ ഉണ്ട് അവിടെ. ആ കടകളിൽ നിന്നെല്ലാം സാധനം വാങ്ങി. അപ്പോൾ നാടൻ കോഴിയെ വെക്കുന്ന 2 നാടൻ കോഴി ഉണ്ടായിരുന്നു. ആ നാടൻ കോഴിയെ മേടിച്ചു, ഒരു താറാവിന് മേടിച്ചു. ഇങ്ങനെ ഇതെല്ലാം കെട്ടി അവർ പതുക്കെ പാട്ട് കെട്ടി കുശാലായി. അതുമാത്രമല്ല, അവർ പറഞ്ഞു അപ്പോൾ ആ നാടൻ കോഴി ശരിക്കും ആ കടക്കാരെ നമ്മൾ പറ്റിച്ചതല്ലേ, അങ്ങനെ അവരെ പറ്റിച്ച കാശ് ലാഭം ഉണ്ടാക്കി കോഴികളെ കിട്ടിയ കഥയൊക്കെ പറഞ്ഞ് വരികയാണ്. ഈ ഇടയ്ക്കിടയ്ക്ക് ഈ കോഴികൾക്ക് കൊക്കുന്നുണ്ട്. കോഴികൾ കൊക്കിയപ്പോൾ താറാവും കൊക്കി തുടങ്ങി നടക്കുക. അങ്ങനെ താറാവിൻ്റെയും കോഴിയുടെയും ശബ്ദം ഇടകലർന്നുകൊണ്ടാണ് ഇവർ സൈക്കിളുമേ പോയിക്കൊണ്ടിരിക്കുന്നത്. അന്നൊരു നിലാവുള്ള രാത്രി തന്നെയാണ്. ഈ നിലാവത്ത് 2 പേര് സൈക്കിളെ ചെട്ടി കൊണ്ടുപോകുമ്പോൾ കോഴിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ആരാ വിചാരിക്കുക ഇവർ കള്ളന്മാരല്ല എന്ന്? ഏതെങ്കിലും വീട്ടിൽ കയറി കോഴിയെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു, താറാവിനെ മോഷ്ടിച്ചു കൊണ്ടുവന്നു വിചാരിക്കുക, അത് ഉറപ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴി ശബ്ദം ഉണ്ടാകും. മമ്മൂട്ടി കോഴിയുടെ തലയ്ക്ക് 2 അടി കൊടുത്ത് മിണ്ടായിരിക്കും എന്ന് പറയാറുണ്ട്. അങ്ങനെ കുറച്ച് ദൂരം ചെന്നപ്പോൾ ബഷീറിനൊരു ആശങ്ക. മമ്മൂട്ടി ഈ വഴിക്ക് സാധാരണ പോലീസുകാർ റോന്ത് ചുറ്റാറ് പതിവുണ്ട്. അവരെങ്ങാൻ ഈ വഴിക്ക് വന്നാൽ നമ്മൾ ഈ കോഴിയെയും താറാവിനെയും മറ്റു സാധനങ്ങളും വരെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ കള്ളന്മാരാണ്, മോഷ്ടാക്കളാണെന്ന് വിചാരിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് പറഞ്ഞു. അപ്പോൾ മമ്മൂട്ടി പറഞ്ഞു, കരുനാക്ക് വെച്ചുകൊണ്ട് നീ ഇപ്പോൾ ഒന്നും പറയല്ലേ. നമ്മൾ നാളെ രാവിലെ കല്യാണമാണ്. ഈ കല്യാണത്തിന് ചില ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. അത് ഭംഗിയായിട്ട് നമ്മൾ കൊണ്ടുപോകും. പോലീസുകാർ അത്ര വിവരമില്ലാത്തവരൊന്നുമല്ല. പോലീസ് നമ്മൾ പുല്ലാന്നൊക്കെ പറയും, പക്ഷേ അവരും മനുഷ്യരല്ലേ. നമ്മൾ കല്യാണത്തിന് വേണ്ടി സാധനങ്ങൾ വാങ്ങാൻ വന്നതാണെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കാതിരിക്കുമോ? അതുകൊണ്ട് പേടിക്കേണ്ട, ഞാൻ മറുപടി പറയാം എന്ന രീതിയിലാണ് മമ്മൂട്ടി സംസാരിച്ചത്. അത് പറഞ്ഞ് ഒരു 1/2 കിലോമീറ്റർ ദൂരം പോയില്ല, നേരെ പോലീസ് ജീപ്പ് വരുന്നു. പോലീസ് ജീപ്പ് വന്നിട്ട് അവരുടെ മുമ്പിൽ സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ കോഴികൾ ഒന്നടങ്കം കരച്ചിൽ തുടങ്ങിയതാണ്. ചാടി ഇറങ്ങി. കാരണം ഇവർ വളഞ്ഞു. എവിടെ നിന്നാണ് കോഴിയെ മോഷ്ടിച്ചത്? എവിടെ നിന്നാണ് താറാവിനെ മോഷ്ടിച്ചത്? ഈ പാതിരാത്രി നിങ്ങൾ എത്ര കാലമാണ് തുടങ്ങിയിട്ട്? ഈ കോഴിയെ മാത്രമേ മോഷ്ടിച്ചുള്ളൂ, വേറെ എല്ലാം മോഷ്ടിച്ചു? ഈ ചോദ്യങ്ങൾ മറുപടി പറയാൻ ഇവർ അനുവദിക്കുന്നില്ല. മമ്മൂട്ടിക്ക് മറുപടി പറയണമെന്നുണ്ട്, പക്ഷേ മറുപടി പറയാൻ ശ്രമിക്കുമ്പോൾ ഇവർ അനുവദിക്കുന്നില്ല. അപ്പോൾ മമ്മൂട്ടി ചെറുപ്പല്ലേ മമ്മൂട്ടി സാറേ, ഞങ്ങൾക്ക് നേതാക്കന്മാരുണ്ട്, ബന്ധുബലമൊക്കെ ഉണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിലും പോലീസുകാരുണ്ട്. പിന്നെ പോലീസ് ഞങ്ങൾക്ക് പുല്ലാണെന്നുള്ള മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള, അതുകൊണ്ട് ഞങ്ങളെ പേടിപ്പിക്കുന്നു വേണ്ട. ഈ കോഴിയെ ഞങ്ങൾ മോഷ്ടിച്ചതല്ല, ഇത് ഞങ്ങളുടെ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. താറാവ് ഞങ്ങൾ മോഷ്ടിച്ചിട്ടില്ല, കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ ബില്ലുണ്ടോ?
അപ്പോൾ ബില്ല് അവരുടെ കയ്യിലില്ല. കാരണം നിങ്ങളെ ഇത് വിളിച്ച് ഏത് കേസിൽ പെടുത്തണമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ നിൻ്റെയൊക്കെ ധാരണ പോലീസ് പുല്ലാണെന്ന്. അപ്പോൾ നിന്നെയൊക്കെ വെറുതെ വിട്ടാൽ ഞങ്ങൾ പുല്ലാണെന്ന് നിനക്ക് തോന്നും. ഞങ്ങൾ പോലീസുകാർ ഡ്യൂട്ടി ചെയ്തിട്ടില്ല തോന്നും. പാതിരാത്രി സമയത്ത് കോഴിയെയും താറാവിനെയും മോട്ടിച്ചു കൊണ്ട് കടന്നു പോകുന്ന 2 കള്ളന്മാരായ നിങ്ങളെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. അപ്പോൾ ബഷീർ കരഞ്ഞു തുടങ്ങി പറഞ്ഞു, സാറേ നാളെ എൻ്റെ അനിയത്തിയുടെ കല്യാണമാണ്. കല്യാണത്തിൻ്റെ കാര്യത്തിന് ചില സാധനം മേടിക്കാൻ ഞങ്ങൾ പോയതാണ്. ഞങ്ങൾ വെറുതെ വിടണം. ഈ പോയില്ലെങ്കിൽ കല്യാണത്തിൻ്റെ അവിടെ വലിയ ബഹളമായിരിക്കും. ഞങ്ങൾ പോട്ടെ സാറേ, ഇനി ഒരാൾ ഒരു തെറ്റും ചെയ്യില്ല. അതല്ല, ഇവനവിടെ നിൽക്കട്ടെ. ഇവനിപ്പോഴും പോലീസ് പുല്ലാണ്. അങ്ങനെ പോലീസ് പുല്ലാണെന്ന് പറയുന്ന ഒരുത്തനെ നമ്മൾ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ബഷീർ ഒരു കാര്യം ചെയ്യൂ, ബഷീർ പൊക്കോളൂ. ഈ കോഴിയും താറാവിനെയും ഇവിടെ വച്ചേക്ക്. കാരണം ഈ കോഴിയുടെയും താറാവിൻ്റെയും ആവശ്യം ഞങ്ങൾക്കുണ്ട് എന്ന് ഇവർ കോഴിയെയും താറാവിനെയും പിടിച്ചു വാങ്ങി ബഷീറിനെ മറ്റു സൈക്കിൾ വിട്ടു. അപ്പം മമ്മൂട്ടിയെ പിടിച്ച് ജീപ്പിലേക്ക് കയറ്റി. മമ്മൂട്ടിയോട് പറഞ്ഞു, ജീപ്പിൽ കയറുമെന്ന് പറയും. മാത്രമല്ല ആ കോഴിയെടുത്തോ. ആ കോഴിയും താറാവിനെയും മമ്മൂട്ടിയെ കൊണ്ട് ഇടിച്ച് ജീപ്പിലിരുത്തി അതിൻ്റെ മടിയിൽ, അതായത് ഇരിക്കാൻ വേറെ സ്ഥലമില്ല. അപ്പോൾ കോഴിയും താറാവിനും മമ്മൂട്ടിയുടെ മടിയിൽ വയ്ക്കുന്നു. കോഴി കൊക്കുന്നുണ്ട്, ശബ്ദിക്കുന്നുണ്ട്. എടാ കോഴിയുടെ ശബ്ദം നിർത്തടാ, വേഗിക്കാണ്ട്. എങ്ങനെ നിർത്താൻ പറ്റും? കോഴി കൊക്കിക്കൊണ്ടിരിക്കല്ലേ. അത് എല്ലാ രീതിയിലും മമ്മൂട്ടിയെ ഹരാസ് ചെയ്ത് തുടങ്ങി. മമ്മൂട്ടി അവസാനം, സാറേ ഇതൊക്കെ ഒരു പാപമാണ്, ഇതൊക്കെ നിങ്ങളോട് ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവും, അതുകൊണ്ട് എന്നെ വെറുതെ വിടും സാറേ, അവിടെ പ്രശ്നമാണ്. ഇല്ലടാ, നിന്നെ വെറുതെ വിടില്ല. ഞങ്ങൾ പോലീസുകാർ പുല്ലാണെന്നല്ല എന്ന് തെളിയിക്കണം. നിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി 4-5 ഇടിയൊക്കെ തന്നാലേ നീ പഠിക്കുള്ളൂ. ഇടിയുടെ കാര്യം കേട്ട് മമ്മൂട്ടിക്ക് ആസിൽ ഒരു കരച്ചിൽ വന്നു. ഇടിക്കുകയാണെങ്കിൽ അവരെന്തെല്ലാം ചെയ്യും, ഉരുട്ടാന്നൊക്കെ കേട്ടിട്ട്. തൻ്റെ ഈ സുന്ദരമായ ശരീരത്തിൽ ഇടി വീണ് കഴിഞ്ഞാൽ അവസ്ഥ എന്താ? കാണാൻ ചേരുണ്ടാവില്ല. മുഖത്തടിക്കുകയാണെങ്കിലും മുഖം നീര് വന്നു. നാളെ കല്യാണമായിട്ട് സ്റ്റേഷനിൽ ഇറങ്ങാൻ പറ്റുമോ? ഇറങ്ങിയാൽ തന്നെ മുഖത്ത് നീര് വരില്ലേ? പോലീസ് അടി കിട്ടിയെന്ന് പറഞ്ഞാൽ അവർ കളിയാക്കില്ലേ? ഇങ്ങനെയൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ അറിയാതൊരു പോലീസുകാരൻ്റെ കാലേ തൊട്ടു. പോലീസുകാരൻ വിളിച്ചയച്ചു, മമ്മൂട്ടി കാലേ പിടിച്ച് കരയുകയാണെന്ന്. ഓ, നീ എൻ്റെ കാലേ പിടിച്ച് കരച്ചിട്ടൊന്നും കാര്യമില്ലടാ, നിന്നൊന്ന് വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ജീപ്പ് ഇങ്ങനെ കറക്കിക്കൊണ്ട് കിടക്കുക. പോലീസ് സ്റ്റേഷനിൽ എത്തില്ല. പോലീസ് സ്റ്റേഷനിൽ എത്തേണ്ട സമയവും കഴിഞ്ഞു. അങ്ങനെ എത്താതിരിക്കാൻ വേണ്ടി പിന്നെ അതിലേക്ക് മമ്മൂട്ടി അറിയാവുന്ന ദൈവങ്ങൾ, അതിന് ജാതി മതം ഉണ്ടായില്ല, അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ച് കരഞ്ഞു. കാരണം ഈ രാത്രി രക്ഷിക്കണമെങ്കിൽ അവരിൽ ആരെങ്കിലും ശക്തി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. നേതാക്കന്മാരെ വിളിച്ച് പറയെങ്കിൽ ലാൻഡ് ഫോണുള്ള സമയമാണ്. ഇപ്പം ലാൻഡ് ഫോൺ എവിടെ അവിടുന്ന് ആര് വിളിച്ച് പറഞ്ഞ് ആരെവിടെ വരും? പോലീസ് സ്റ്റേഷനിലെത്തല്ലേ പോകാൻ പോലെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടില്ല. അങ്ങനെ കുറേ കറങ്ങി ഇയാളെ കരച്ചിലും പിഴിച്ചിലും എല്ലാം കേട്ട് ഒരു പകുതി ദൂരെ എത്തിയപ്പോൾ വണ്ടി നിർത്തി. ഒരു കാര്യം ചെയ്യ്, നിനക്കിപ്പോൾ പോലീസ് പുല്ല് അല്ല എന്ന് മനസ്സിലായില്ലേ, ഇവിടുന്ന് ഇറങ്ങി പൊക്കോ. മമ്മൂട്ടി സാറേ ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്ററിനിടയ്ക്ക് വണ്ടിയില്ല. ഞാൻ അല്ല, നീ ഒരു കാര്യം, നിലാവില്ലേ, പാട്ടും പാടി നടന്നു എന്ന് പറയാണത്. അങ്ങനെ മമ്മൂട്ടിയെ അവിടെ ഇറക്കി. മമ്മൂട്ടി ഇറക്കിയപ്പോൾ കോഴിയെ കൊടുക്കുന്നില്ല, താറാവിനും കൊടുക്കുന്നില്ല. സാറേ ഈ താറാവിനും ചിക്കനും. അപ്പോൾ അവർ പറഞ്ഞു, കോഴിയും താറാവും ഒക്കെ ഇനി മറന്നേക്ക്, ഇത് ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ട്. കാരണം ഇതിനെങ്കിലും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പോലീസ് പുല്ലല്ലേ ചെയ്യില്ല. അങ്ങനെ മമ്മൂട്ടിയെ അവർ തിരിച്ചയക്കുന്നു. മമ്മൂട്ടി ആ നിലാവിൽ സങ്കടപ്പാട്ടുകളെല്ലാം പാടി നടക്കുകയാണ്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് കല്യാണ വീട്ടിൽ ചെന്നത്. കല്യാണ വീട്ടിൽ ചെന്ന് നാട്ടുകാരും വീട്ടുകാരൊക്കെ ഓടിക്കൂടിയിട്ടുണ്ട്. ആകെ ബഹളമയം. ബഷീറാണെങ്കിൽ ഇടപെട്ടിട്ട് പല നേതാക്കന്മാരെയും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവർ മമ്മൂട്ടിയെ വിളിച്ച് സ്റ്റേഷനിലേക്ക് വിളിച്ചെങ്കിൽ സ്റ്റേഷനിലേക്ക് ഇവരാരും എത്തിയിട്ടില്ല. അതുകൊണ്ട് വിളിച്ച് പറയാനും പറ്റിയിട്ടില്ല. എന്തായാലും മമ്മൂട്ടി ചെന്നതിൽ സന്തോഷം. പക്ഷേ ഇതിനൊരു ഗുണമുണ്ടായി എന്നറിയാം. മമ്മൂട്ടി പിന്നീട് സിനിമയിൽ വന്നു നിറയെ പോലീസ് വേഷം ചെയ്തു. പോലീസ് വേഷങ്ങളെല്ലാം സൂപ്പറാക്കിയില്ലേ? അതും ഇത്തരം അനുഭവങ്ങൾ കൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത്. ഇനി സത്യാവസ്ഥ അറിയണമെങ്കിൽ നമുക്ക് മമ്മൂട്ടിയോട് തന്നെ നേരിട്ട് ചോദിക്കാം അല്ലേ?